പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മര്യാദ മോട്ടോർ സർവീസ് ഈ കഥ കേൾക്കൂ. അങ്ങോട്ട് നീങ്ങി നിൽക്ക്, മുന്നോട്ട് കയറിപ്പോ. അവിടെ പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട്. നാശം, ഈ പീക്കിരി പിള്ളേരെ കേറ്റരുതെന്ന് പറഞ്ഞാലും കാര്യമില്ല. വനരാജ മോട്ടോഴ്സിലെ കണ്ടക്ടർ ക്രൂരൻ പുലി അലറി. സാധു മാൻകുട്ടികളും മുയൽക്കുട്ടികളും കുരങ്ങൻ കുട്ടികളും യൂണിഫോം ധരിച്ച് കാത്തു നിൽക്കുമ്പോൾ വണ്ടിക്കാർക്ക് കലിയാണ്. 4 അടി നടന്നാലെന്താ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നടന്നല്ലേ പള്ളിക്കൂടത്തിൽ പോയിരുന്നത്. ഡോറിൽ നിൽക്കുന്ന ഊളൻ കുറുക്കൻ കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കും. ആനപ്പാറ LP സ്കൂളിലെ കുട്ടികളുടെ ഏക ആശ്രയമാണ് ഈ ബസ്. മുതിർന്ന യാത്രക്കാരോടും വളരെ മോശമായി തന്നെയാണ് ഇവരുടെ പെരുമാറ്റം. പലപ്പോഴും വൈകി വരും. എന്നിട്ട് സമയം വൈകിയെന്ന് പറഞ്ഞ് വല്ലാത്ത വേഗത്തിൽ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് ചീറിപ്പായും. തിങ്കളാഴ്ച പതിവ് പോലെ ബസ് സ്റ്റോപ്പിലെത്തിയ ബസ്സിലെ ജീവനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വനരാജയിൽ കയറാൻ ആരുമില്ല. എന്തു പറ്റി, ഇന്ന് സ്കൂൾ അവധിയാണോ? അതാവില്ല, വേറെ ആരെയും കണ്ടില്ലല്ലോ. ഡ്രൈവർ വീരൻ കരടിക്ക് ആശ്ചര്യമായി. നമ്മളിന്ന് കുറച്ച് വൈകി, അതായിരിക്കും. അയാൾ വണ്ടി 100 പായിച്ചു. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വനരാജയ്ക്ക് ബദലായി 10 മിനിറ്റ് നേരത്തെ എത്തുന്ന ഗജരാജ ബസ് യാത്രക്കാരെ മുഴുവനും കയറ്റിക്കൊണ്ടുപോന്നു. അവർ മര്യാദയോടെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി കുട്ടികളെ അടക്കം കയറ്റിയാണ് പോരുന്നത്. വനരാജയിലെ വില്ലന്മാർ ഗജരാജ ബസ് ജീവനക്കാരോട് ഏറ്റുമുട്ടാൻ ഉറച്ചു. അവർ പതിവ് സമയത്തിലും മുമ്പ് ബസ് പുറത്തേക്കെടുത്തു. പെട്ടെന്ന് അവരെ തടഞ്ഞുകൊണ്ട് ഒരു കൊമ്പനാന വഴിമുടക്കി നിന്നു. എവിടെ പോകുന്നു? ഞങ്ങൾ ഇറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നിങ്ങളുടെ ട്രിപ്പ് തുടങ്ങാൻ. അങ്ങനെയല്ലേ പതിവ്? മര്യാദയ്ക്ക് റിവേഴ്സ് എടുത്ത് വണ്ടി കയറ്റിയിട്. ഊളനും ക്രൂരനും ചാടിയിറങ്ങി ആനച്ചേട്ടന് നേരെ ചെന്നു. ആനച്ചേട്ടൻ തുമ്പിക്കൈ കൊണ്ട് 2 എണ്ണത്തിനെയും ചുഴറ്റിയെറിഞ്ഞു. ഇത് കണ്ട് ഭയന്ന കരടിച്ചാർ ബസ് പുറകോട്ടെടുത്തു. നിങ്ങളുടെ വണ്ടി പോയിട്ട് മതി, ഞങ്ങൾക്ക് തിരക്കില്ല, ചേട്ടൻ പൊക്കോ, ഡ്രൈവർ കരടി അറിയിച്ചു. ഞങ്ങൾ പൊക്കോളാം, പക്ഷേ കണ്ടക്ടറില്ലാതെ നിങ്ങളുടെ വണ്ടി എങ്ങനെ പോകും? ഡോർ ചെക്കറുമില്ല, 2 ആളെയും ആശുപത്രിയിൽ എത്തിക്കണ്ടേ? ഒറ്റ നോട്ടത്തിലറിയാം 2 ആഴ്ചയെങ്കിലും കിടക്കാതെ പറ്റില്ല. ഡ്രൈവറും യാത്രക്കാരിൽ ചിലരും ചേർന്ന് അവരെ ആശുപത്രിയിലാക്കി. പിറ്റേന്ന് മുതൽ ഗജരാജ ബസ് യാത്ര തുടങ്ങി. അടുത്ത ദിവസം മര്യാദക്കാരായ കണ്ടക്ടറെയും ഡോർ ചെക്കറെയും വെച്ചുകൊണ്ട് വനരാജയും സർവീസ് ആരംഭിച്ചു. ഇപ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമായി വളരെ മര്യാദയോടെ റൂട്ടിലോടുന്ന 2 ബസ്സുകൾ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ സന്തോഷത്തോടെ മര്യാദ മോട്ടോർ സർവീസിൽ യാത്ര തുടരുന്നു.